ഹായ്, ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ഒന്നാമത്തെ ക്ലാസ് കഴിയുമ്പോൾ ഹോംവർക്ക് ചെക്കിംഗ് ഉണ്ട്. ഇന്നലെ ഒരു ഹോംവർക്ക് തന്നിരുന്നു ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ. ചെയ്താ? എനിക്ക് ഒന്ന് രണ്ടുപേര് കമന്റ് ചെയ്തു. വേർഡ് കിട്ടിയോ? വേർഡ് ഏതാണെന്ന് 2 ലൈൻ ബുക്ക് കംപ്ലീറ്റ് ആക്കിയോ? കംപ്ലീറ്റ് ആക്കിയവർക്ക് ഇതുപോലെ കിട്ടും. ടീച്ചർ പറഞ്ഞ് ra, 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 then leave 3 lines. This is the page. 1 margin, 2 margin, second margin. നമ്മൾ ഇങ്ങനെ എഴുതുള്ളൂ. ഈ 3 വരി ഇവിടെ നിന്ന് ഇവിടം വരെ ഉള്ള 3 വരി റാ മുതൽ റാ വരുന്ന വാക്കുകൾക്ക് മാത്രമുള്ളതാ. അതിനുശേഷം ര, അതിനും നമ്മൾ 3 വരി വിട്ടിട്ടുണ്ട്. അതും നമ്മൾ നേരെ ഈ സ്പേസ് നമ്മൾ കണക്കാക്കൂല, നേരെ അങ്ങോട്ട് എഴുതും. അതിനുശേഷം നമ്മൾ റാ കഴിഞ്ഞ് നമ്മൾ താ എഴുതി ഒരു ഹോംവർക്ക് തന്ന് ആ വേർഡ് ഇവിടെ എഴുതണം. നമ്മളിവിടെ എഴുതാത്തത് നമ്മൾ പിന്നൊന്നും പഠിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് കിട്ടിയ വേർഡ് തറ. വാട്ട്സ് ദ മീനിങ് ഓഫ് തറ? നമുക്കൊരു എക്സർസൈസ് ചെയ്യാം. ഓൺലി സ്റ്റാൻഡ്. തറ എന്നുള്ള വാക്ക് വളരെ അർത്ഥമുള്ള വാക്കാണ്. നമ്മുടെ ഫസ്റ്റ് വേർഡാണ്. നമ്മുടെ ക്ലാസിന്റെ ഫസ്റ്റ് വേർഡ്. നമ്മുടെ ബേസ് ഇരിക്കുന്നത് തറയിലാണ്. അപ്പൊ തറ എന്നുള്ള വാക്കിന് എത്രത്തോളം മീനിങ് ഉണ്ടെന്നുള്ളത് നമുക്കൊരു എക്സർസൈസിലൂടെ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. പ്ലീസ് സ്റ്റാൻഡ്. ദെൻ റേസ് യുവർ ലെഫ്റ്റ് ലെഗ്. ലെഫ്റ്റ് ലെഗ് ഞാൻ ഉയർത്തി. ഇനി അത് താഴ്ത്തരുത്. താഴ്ത്താണ്ട് റൈറ്റ് ലെഗ് ഒന്ന് ഉയർത്തിക്കേ. ടീച്ചർക്ക് പറ്റിയില്ല. റൈറ്റ് ലെഗ് കൂടി ഉയർത്തിക്കേ. ആർക്കെങ്കിലും പറ്റിയോ? പറ്റൂല. അതായത് നമ്മളുടെ നിലനിൽപ്പ് എവിടെയാ? തറയില. അതാണ് തറ. അത് കളിയാക്കുമ്പോഴൊക്കെ പറയും, നീ വെറുതെ തറയല്ലേടാന്നൊക്കെ പറയും അല്ലേ? പക്ഷെ തറയ്ക്ക് വലിയൊരു അർത്ഥം ഉണ്ടെന്ന് മനസ്സിലായില്ലേ? ഈ തറ എന്നുള്ള വാക്കാണ് നമ്മളുടെ ക്ലാസിന്റെ ബേസ്. അതിൽ കൂടെ നമുക്ക് മുകളിലോട്ട് പോകാം. പോരെ? ഓക്കെ. ഞാൻ കുറച്ച് കാർഡ്സ് കാണിക്കും. നമ്മൾ പഠിച്ച ലെറ്റർ വരുമ്പോ റൈസ് യുവർ റൈറ്റ് ഹാൻഡ്. ഓക്കെ. പഠിച്ച 3 ലെറ്റേഴ്സ് മാത്രമേ വരാൻ പാടുള്ളൂ കേട്ടോ. റൈസ് യുവർ റൈറ്റ് ഹാൻഡ്. Okay, is this the right letter? Okay, what is this letter? Ra. കൈ ഉയർത്തി ആരെങ്കിലും? ഓക്കെ. ര. ഓക്കെ. ഈ 3 ലെറ്ററാണ് നമ്മൾ ഇന്നലെ പഠിച്ചത് അല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ. ഇനി നമുക്ക് വേർഡ് ഉണ്ടാക്കാം. ആദ്യത്തെ റ കറക്റ്റ് വേർഡാണോ? നോ. 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 ഓക്കെ. വി ഗോട്ട് 1 വേർഡ്, തറ. ഓക്കെ. നോ. സോ ഇത്രയും ദിവസം കൊണ്ട് ഈ ക്ലാസ് മുതൽ നമുക്ക് കിട്ടിയത് ഒരേ ഒരു വേർഡാണ്, തറ. ഇനി ഞാൻ കുറച്ച് ലെറ്റേഴ്സ് കാണിച്ചു തരാം. നമ്മൾ പഠിച്ച ബേസ് ലെറ്റർ റ, ദെൻ ബേസ് വേർഡ് തറ. കുറച്ച് വേർഡ്സ് ഞാൻ കാണിച്ചു തരും, കുറച്ച് ലെറ്റേഴ്സ്. ഇതിൻ്റെ അകത്ത് റായുമായിട്ട് ബന്ധമുള്ള എന്തെങ്കിലും ബന്ധം മതി. ഒന്നല്ലെങ്കിൽ ഒരു ചെറിയ റ, അല്ലെങ്കിൽ ഒരു വലിയ റ, അതല്ലെങ്കിൽ 2 റ കൂടുന്നത്, അല്ലെങ്കിൽ റായുമായിട്ടുള്ള ഷേപ്പ് വരുന്നത്. നിങ്ങൾക്ക്
ഇഷ്ടമുള്ള പോലെ വ്യാഖ്യാനിക്കാം. പക്ഷെ റായുമായി ബന്ധം വരണം. ബന്ധമുള്ള വാക്കുകൾ, അക്ഷരങ്ങൾ ഞാൻ ഇപ്പുറത്ത് വെക്കും, ഇല്ലാത്തത് ഞാൻ ഇപ്പുറത്ത് വെക്കും. ഓക്കെ, എന്തെങ്കിലും ഒരു ബന്ധം വേണം കേട്ടാ. ഉണ്ടല്ലോ, ഇത് 2 റാ കൂട്ടിച്ചേർത്ത് എഴുതുന്നതാണ്. അക്ഷരം നമുക്ക് അറിഞ്ഞൂടേതാണെന്ന്, എങ്കിലും നമ്മൾ പഠിച്ച റായുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. ഞാൻ ഇവിടെ വെച്ച് ഏതക്ഷരമാണെന്ന് അറിഞ്ഞൂടാ, പക്ഷെ ബന്ധമുണ്ട്. തുടക്കം ഒരു റായുണ്ട്, ബന്ധമുണ്ട്. തുടക്കം ഒരു കുഞ്ഞു റാ ഉണ്ടല്ല, ഒരു ചെറിയ റാ പിന്നെ ഒരു വലിയ റാ ഉണ്ടല്ല, ഉണ്ടല്ല. നമ്മൾ പഠിച്ചതാ. റായുടെ കൂട്ടുകാരൻ, അതിന്റെ കൂട്ടുകാരത്തി, നമ്മുടെ റാ. ബന്ധമുണ്ടല്ല, അക്ഷരം നമുക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, റാ ഒന്ന് തിരിച്ചിട്ട് സൈഡിലേക്ക് അല്ലേ. അപ്പൊ നമ്മുടെ ഈ റായല്ല, ഇങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഇവിടെ വെക്കാം. ഇച്ചിരി ബുദ്ധിമുട്ടാ. റായനെ 0 ആക്കി. ഇത് നമ്മൾ തിരിച്ചാണ് എഴുതണത്. ഇവിടെ വെക്കാം. അറിയാൻ പാടില്ലല്ലോ നമുക്ക്. ചെറുത് ബന്ധമുണ്ട്, ഉണ്ട്. തിരിച്ചു മറിച്ചു വിട്ടതാ. ബന്ധമുണ്ട്, ബന്ധമുണ്ട് ഇല്ലേ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന എല്ലാ ലെറ്റേഴ്സിനും റായുമായിട്ട് ബന്ധമുള്ളതാ. അതായത് ഒട്ടുമിക്ക മലയാളം ലെറ്റേഴ്സിലും നമുക്ക് റായുടെ പ്രയോഗത്തിലൂടെയാണ് നമ്മൾ കൈവഴങ്ങി അക്ഷരങ്ങൾ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ റാ പഠിച്ചു കഴിഞ്ഞില്ലേ ഇല്ലേ. അപ്പൊ ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഓക്കെ, പഠിച്ച അക്ഷരങ്ങൾ ഒന്നുകൂടെ എഴുതാം നമുക്ക്. എപ്പോഴും ആവർത്തനം വേണമെന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ. ഓക്കെ, ഏതക്ഷരം? റ. കിട്ടിയ ഒരേ ഒരു വാക്ക് തറ. ദിസ് ഈസ് അവർ ബേസ് വേർഡ്. ഇനി ടീച്ചർ ഇടാൻ പോണ അക്ഷരം വീണ്ടും ഇതിലേക്ക് പോകാം. 2 റാകള് ഒന്നിച്ചങ്ങ് കൂട്ടിച്ചേർക്കുമ്പോ കിട്ടുന്ന അക്ഷരം ഏതാ? നാ വച്ചിട്ട് നമുക്ക് ഇതിൽ നിന്ന് എല്ലാ വാക്കുകളും കിട്ടുമോ? നറ ഒരു വാക്കാണ്. നമ്മൾ എന്തെങ്കിലും സാധനം ഫില്ലാക്കുന്നതിന് നറക്കെന്ന് പറയും. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു വേർഡാണ് നറ. നറ. ഇനിയും ഒരു വാക്കും കൂടെ ഉണ്ട്, ന. അതും നമുക്ക് ഇവിടെ എഴുതാം. നായിൽ തുടങ്ങുന്നത് മാത്രമല്ലേ നമ്മൾ എഴുതുള്ളൂ. നറ, നര. ഒരു വാക്ക് എഴുതി പിന്നെ നമ്മൾ ഒരു വാക്കും കൂടി എഴുതുമ്പോൾ ഒരു ഫിംഗർ സ്പേസ് വിടണം കേട്ടോ. നമ്മള് എന്നാലേ നീറ്റ്നെസ് ഉണ്ടാവുള്ളൂ. നര. മുടിയൊക്കെ നരക്കൂലേ, നര. മൂത്തവര്, തലക്ക് മൂത്ത ആൾക്കാർ കുറച്ചുകൂടി ഏജ്ഡ് ആകുമ്പോ മുടിയൊക്കെ വെള്ള നിറവും. അതിനെയാണ് നര എന്ന് പറയുന്നത്. നര. ഇനി ത കേട്ടിട്ടില്ല അല്ലെ. ഇനി ബാക്കിയുള്ള സ്ഥലം ഇത് ടീച്ചർ ഇവിടെ വരക്കാഞ്ഞിട്ടാണ് കേട്ടോ. നമ്മൾ വിടർത്തി വെച്ചേക്കുന്ന പേജാണ് ഇതുപോലെ. ഇനി ടീച്ചർ ഇത് റിപ്പീറ്റ് ചെയ്യണ്ടല്ല, അന്ന് വരച്ചതുപോലെ വരക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നിങ്ങൾ ഇങ്ങോട്ട് എഴുതുക. ഇത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല കേട്ടോ. ഓക്കെ, റ, ര, ത, ന, നറ, നര. ഓക്കെ ആയില്ലേ? ഒരക്ഷരവും കൂടി ഇവിടെ ചേർത്ത് ന. നമുക്കിപ്പൊ കിട്ടിയ വാക്കുകള് തറ, നറ, നര, നര. ഇനി ടീച്ചർ എഴുതാൻ പോകുന്നത്, ഇത്ര നേരം നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് നിന്ന്, ഇനി നമുക്കൊന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊക്കെ പോവാം. നോക്ക്, ടീച്ചർ എഴുതാൻ പോണ വാക്ക് റ. എന്നിട്ടൊരു വലിയ ലൈൻ
മുകളിലേക്ക് വിടുക. 3 പ്രാവശ്യം ഇവിടെ എഴുതി. ഈ അക്ഷരം ഏതാ? പ. എന്താണ്? പ. പ പ പ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? പഠിച്ചുപോയ വാക്കുകളിൽ നിന്ന്, അക്ഷരങ്ങളിൽ നിന്ന് വാക്കുകൾ ഉണ്ടാക്കുക. പഠിച്ചുപോയ അക്ഷരങ്ങളിൽ നിന്ന് വാക്കുകൾ ഉണ്ടാക്കാൻ പറ്റുമോ? പ റ കേട്ടിട്ടുണ്ടാവുമല്ല. പറ. നമ്മൾ അമ്പലത്തിലൊക്കെ വീടുകളിൽ ആനക്ക് കൊടുക്കുന്ന സാധനം പറ. പറ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ചിത്രമാണ് കാണിക്കുന്നത്, പറ കൊടുക്കുന്നത് അല്ലെ? വീടുകളിലൊക്കെ ഹൗസ് വാമിങ്ങിനൊക്കെ ഇങ്ങനെ മറ്റേ നെല്ലൊക്കെ വെച്ചിട്ട് അറിയാല്ല പറ. പിന്നെ പറയില്ലേ നീ പറ എന്ന് പറയില്ലേ? അത് തന്നെ പറ. അതും പറ. ഇനി പര എന്നുള്ളൊരു വാക്ക് പ്രത്യേകിച്ച് പരപ്പ് എന്നൊക്കെ പറഞ്ഞാലേ അത് ഉപയോഗിക്കാം. പക്ഷെ പര എന്നുള്ളതിന് പ്രത്യേകിച്ചൊരു അർത്ഥമില്ല. നല്ല വാക്കല്ലേ? സോപ്പ് വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് കളക്കുമ്പോ പൊങ്ങി വരൂല്ലേ? അടുത്ത വാക്ക് ഏതായിരിക്കും? പന. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഒരു മാർജിനൊക്കെ ഉണ്ട്, നമ്മളത് കൺസിഡർ ചെയ്യണ്ട. ഒന്നിച്ചങ്ങോട്ട് എഴുതുക കേട്ടോ തൽക്കാലം. ഓക്കെ, നമുക്കൊന്നും കൂടി പറയാം. റ ര ത ന. ഫ എഴുതി തന്നെ പഠിക്കണം. ഫറ ഫത പന. ഇനി ഇതൊക്കെ ഫില്ലായിക്കോളും. നമ്മളൊരു നിഘണ്ടു ഉണ്ടാക്കുന്നതാണ്, നിഘണ്ടു. അപ്പൊ ഇതറിയാല. സ്മോൾ റ, ലോങ് ലൈൻ, ദെൻ ടോപ്പിലേക്ക്. ഇവിടെ തന്നെ ടീച്ചർ അടുത്ത അക്ഷരം എഴുതാം. നിങ്ങൾ 3 വരി വിട്ടിട്ട് വേണം എഴുതാനെന്ന് മാത്രം. ഇവിടെ തന്നെ ടീച്ചർ എഴുതാം. നോക്കാം. അടുത്ത അക്ഷരം വലിയ റ, ചെറിയ വര, മുകളിലേക്കൊരു കൊമ്പ്. സ്മോൾ റ പ, ബിഗ് റ വ. 3 പ്രാവശ്യം എഴുതാം നമുക്ക്. വലിയ റ, ചെറിയ വര, കൊമ്പ്. വലിയ റ, ചെറിയ വര, കൊമ്പ്. വ വ വ വ. പ രണ്ടും ചേട്ടനും അനിയനും. ഓക്കെ, ഇനി വാ വെച്ചിട്ട് നമുക്ക് വാക്കുണ്ടാക്കാൻ നോക്കാം. വറ. നമ്മള് അരിപ്പൊടിയൊക്കെ ഇങ്ങനെ വറക്കൂലേ? വറ വേണമെങ്കിൽ ഒരു വാക്കാക്കാം നമുക്ക്. വറ. ഓക്കെ, ഇനി എന്തുണ്ടാക്കാം? വര. 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 ഇനിയാ വത. വന. അപ്പൊ നമ്മളൊരു അക്ഷരം എഴുതി ചേർക്കണ്ടേ? വായും കൂടി ചേർത്ത് നമ്മൾ ഇവിടെ ഒരു അക്ഷരമില്ല. ഇനി നമ്മൾ പഠിച്ചുപോയ സംഗതിയിൽ ഇനി വന്നല്ല വാക്കുകള്. ഈ റ എന്നുള്ളത് തിരിച്ചിട്ടാൽ എന്ത് വരും? റവ. അപ്പൊ നമ്മളത് എവിടെ എഴുതണം? അപ്പോഴാണ് നമ്മുടെ പുസ്തകത്തിലെ ആദ്യത്തെ വാക്ക് ഏത്? നമ്മുടെ റ എഴുതിയതിൽ നമുക്ക് വാക്ക് കിട്ടിയിട്ടില്ല. ആദ്യത്തെ വാക്ക് കിട്ടി. റവ. ഓക്കെ. ഇനി ഒരു വാക്ക് ഇവിടെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. 3 അക്ഷരമുള്ള ഒരു വാക്ക് ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇതിന്റെ അകത്ത് നിന്ന് ആ വാക്ക് കണ്ടുപിടിച്ചിട്ട് ഇവിടെ എഴുതണം. 3 അക്ഷരമുണ്ട്. 1 2 പായിലെ തുടങ്ങുള്ളത്. 1 2 3. ഇവിടെ നിന്ന് ഫായില നിഘണ്ടുവിലേക്ക് ചേരാനുള്ള വാക്കാണത്. നിഘണ്ടു എന്ന് പറഞ്ഞാൽ എന്താ? ഡിക്ഷണറി. നമ്മൾ ഡിക്ഷണറി ഉണ്ടാക്കും. അപ്പൊ അതാണ് ഇവിടെ എഴുതി ചേർക്കേണ്ടത്. ഹോംവർക്ക് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഹോംവർക്ക് ഒരെണ്ണം തന്നിട്ടുണ്ട്. കൃത്യമായിട്ട്
ബുക്ക് കീപ്പ് ചെയ്യണം. ഇതുപോലെ ടീച്ചർ ഇങ്ങോട്ട് എഴുതിയിട്ടില്ല, ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എഴുതണം കേട്ടോ. കൃത്യമായിട്ട് എഴുതുക, ഹോംവർക്കും ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ അടുത്ത അക്ഷരങ്ങളും വാക്കുകളും പഠിക്കാം. ഓക്കെ, ബൈ.